നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇന്ന് സഭയിലെത്തി എന്ന പ്രത്യേകതയുമുണ്ട്. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് ഇന്ന് സഭയിൽ കണ്ടത്? പ്രതിപക്ഷം എന്ത് നിലപാടെടുത്തു? ബഹളം തന്നെയാണോ ഇന്ന് സഭയിലുണ്ടായത്? സജിത്ത്, നമ്മൾ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതേ ഉള്ളൂ, ഇന്നത്തെ സഭാ നടപടികളിലെ സസ്പെൻസ് എന്നത് പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ സഭയിലേക്ക് എത്തുമോ എന്നുള്ളതാണ്. 19 ദിവസം നീണ്ട വർഷകാല സമ്മേളനത്തിന് ലോക്സഭയിൽ തിരശ്ശീല വീഴുമ്പോൾ അവസാന ദിവസമായി ഇന്ന് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ എത്തി എന്നുള്ളതാണ്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് അപ്പുറത്തായിരുന്നു ഇന്നത്തെ സർക്കാരിന്റെ തീരുമാനം എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി എത്തുമ്പോൾ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രതിപക്ഷം. എന്നാൽ അതിന് അവസരമുണ്ടായില്ല. മറിച്ച് സഭാ നടപടികൾ ആരംഭിച്ച ഉടൻ തന്നെ വന്ദേ മാതരം പൂർണ്ണമായും ആലപിച്ചു. നമുക്കറിയാം, ഈ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുക എന്നത് നിയമമായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് സംബന്ധിച്ച വിജ്ഞാപനത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമനയ്ക്ക് തുല്യമായ പരിഗണന ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന് ലഭിക്കുകയും അത് തടസ്സപ്പെടുത്തുകയോ അതിൻ്റെ വരികൾ പൂർണ്ണമല്ലാതെ ആലപിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നിയമപരമായി കുറ്റകരമാകുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ലോക്സഭാ നടപടികൾ ആരംഭിച്ച ഉടനെ തന്നെ ദേശീയ ഗാനത്തിന് തുല്യമായി തന്നെ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിച്ചു. ഈ ആലാപനം പൂർത്തിയായ ഉടനെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഒരു നടപടികളിലേക്കും ലോക്സഭ കടന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഇന്ന് ഉന്നയിക്കാനോ മറ്റ് സഭാ നടപടികൾക്ക് ഒന്നും തന്നെ പ്രതിപക്ഷത്തിനും ഇടം ലഭിച്ചില്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ദിവസം ആയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിക്കൊണ്ട് നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ചയാകാം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. എന്നാൽ അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. സഭയിലെത്തിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് എന്നും ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഒരുപക്ഷെ ഇന്ന് അതുകൊണ്ട് തന്നെ അമിത്ഷാ എത്തുമ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകും, പ്രസ്താവന നടത്തുമോ എന്നതൊക്കെ സസ്പെൻസ് ആയിരുന്നു. അതുമാത്രവുമല്ല, ചോദ്യശരങ്ങൾ ഒരു പക്ഷേ പ്രതിപക്ഷം ഉന്നയിച്ചേക്കാമെന്ന സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അങ്ങനെ 19 ദിവസത്തെ സിറ്റിംഗ് എന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമായി ചുരുങ്ങിയ ഒരു സമ്മേളനം അവസാനിക്കുന്നു. പാർലമെന്റിൽ ലോക്സഭാ നടപടികൾ അവസാനിച്ചു. പ്രത്യേകിച്ച് 1980കളിൽ ബൊഫേഴ്സ് ഇടപാടുമായി ബന്ധപ്പെട്ട് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. അതിനുശേഷം പിന്നീട് 2010 ഇതിന് സമാനമാകുന്ന ഒരു സാഹചര്യം നമ്മൾ ലോക്സഭയിൽ കണ്ടിട്ടുള്ളത്. അത് 2G സ്പെക്ട്രം അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു. 2012 കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. 2015 വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ട ഈ പ്രതിഷേധങ്ങളിൽ അധികവും നേതൃത്വം നൽകിയിരുന്നത് BJP ആയിരുന്നു എന്നതുകൂടിയാണ് ഓർത്തെടുക്കേണ്ടത്. പക്ഷേ ഇത്തവണ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളുടെ ഘട്ടത്തിലേക്ക് ഈ വർഷകാല സമ്മേളനവും ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി ഡിസംബറിൽ ആണ് ശൈത്യകാല സമ്മേളനം ആരംഭിക്കുക. പക്ഷേ അത് സംബന്ധിച്ച തീയതി ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു എന്നാണ് ലോക്സഭാ സ്പീക്കർ സഭയെ അറിയിച്ചത്. ഇത് മാത്രമാണ് പാർലമെന്റിൽ ഇന്ന് ലോക്സഭയിൽ സംഭവിച്ചത്. അതേസമയം രാജ്യസഭയിൽ ഇപ്പോൾ നടപടികൾ തുടരുകയുമാണ്. അഭിലാഷ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ പാർലമെന്റിൽ എത്താതെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഒളിച്ചോടുന്നു എന്ന ആക്ഷേപം പ്രതിപക്ഷം പല വട്ടങ്ങളിലായി ഉന്നയിച്ചതാണ്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആ നീക്കത്തിന് സമാനമായി അവസാന ദിവസം എത്തി പെട്ടെന്ന് സഭ പിരിച്ചുവിടുന്നു, പേരിന് സഭയിലെത്തി. ഇതാണല്ലോ സഭയിൽ കണ്ട ഒരു കാഴ്ച. ഇനി ഉണ്ടാകുന്ന പ്രതിപക്ഷത്തിന്റെ നീക്കം എന്തായിരിക്കും? ഇതിൽ സഭയ്ക്ക് പുറത്തേക്കുള്ളൊരു നീക്കമായിരിക്കുമല്ലോ നമുക്ക് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ എന്ത് നീക്കമായിരിക്കും? അതിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു ഏകോപനം പൊതുവിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? സജിത്ത്, ഇതിൽ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ധാരണകളെ തെറ്റിച്ച ഒരു സമ്മേളനമാണ് വർഷകാല സമ്മേളനം എന്നുള്ളതാണ്. അതിൽ ഭരണപക്ഷത്തിൻ്റെ പ്രതീക്ഷ എന്നത് നമുക്കറിയാം, FCRA നിയമ ഭേദഗതി ബിൽ അത് ഇത്തവണ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ല് അതും പാർലമെന്റിൽ അവതരിപ്പിക്കുക. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്കകത്ത് നിലനിൽക്കുന്ന അസ്വസ്ഥതകൾ, അതിൽ തന്നെ DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇനി പാർലമെന്റിൽ സ്വീകരിക്കാൻ പോകുന്നത് വിഷയാധിഷ്ഠിതമായ നിലപാടായിരിക്കുമെന്ന് അറിയിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ സമ്മേളന കാലയളവിൽ അത്തരം ചില നീക്കങ്ങളായിരുന്നു ഭരണപക്ഷം പ്രതീക്ഷിച്ചത്. പ്രതിപക്ഷമാകട്ടെ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമായി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ പരീക്ഷയുടെ വിവാദം ഉയരുന്നു. അതുമാത്രമല്ല, CJP നടത്തിയ പ്രക്ഷോഭത്തിന് യുവാക്കളുടെ പിന്തുണ രാജ്യവ്യാപകമായി ലഭിച്ചു എന്നുള്ളതായിരുന്നു. ഇതിനെ ആയുധമാക്കിക്കൊണ്ട്
സർക്കാരിനെ കൊണ്ട് ഈ വിഷയത്തിൽ മറുപടി പറയിക്കുക, അങ്ങനെ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യുവാൻ ആയിരുന്നു പ്രതിപക്ഷത്തിന്റെ നീക്കം. അവിടെയാണ് പാർലമെന്റ് നടപടികൾ 19 ദിവസം തുടർന്നപ്പോഴും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ എത്തിയില്ല എന്നത്. അതിൽ തന്നെ അയോധ്യ വിഷയവും എടുത്തു പറയേണ്ടതാണ്. കാരണം അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം കാലങ്ങളായി BJPയുടെ രാഷ്ട്രീയ അജണ്ടയായിരുന്നു. അങ്ങനെയുള്ള വലിയ നേട്ടമായി ഉയർത്തി കാണിച്ച പ്രാൺപ്രതിഷ്ഠ അടക്കം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടന്നത് എന്നത് ഓർക്കണം. മാത്രവുമല്ല, ഈ ട്രസ്റ്റിന്റെ രൂപീകരണത്തിൽ BJPക്കും RSSനും പ്രധാനമന്ത്രിക്കുമായിരുന്നു പങ്കുണ്ടായിരുന്നത്. സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ പോലും ആ വിഷയത്തിൽ പ്രധാനമന്ത്രി ഒരു അക്ഷരം പോലും സഭയിൽ ഉന്നയിച്ചില്ല, മിണ്ടിയില്ല എന്നതും, അതോടൊപ്പം തന്നെ നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷയിൽ കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ട സമയത്ത് പോലും അതിൽ കൃത്യമായൊരു മറുപടി. ഇതിൽ ഓർത്തെടുക്കേണ്ടത് സജിത്ത് 2 ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതായത് എന്തുകൊണ്ട് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പെല്ലറ്റ് പ്രയോഗം ഉണ്ടായി എന്നുള്ളത്, അതോടൊപ്പം തന്നെ പെല്ലറ്റ് പ്രയോഗം നടന്നില്ല എന്നതാണ് സർക്കാരിൻ്റെ വാദമെങ്കിൽ ഈ കുട്ടികൾ ചികിത്സ തേടിയിരുന്നു പെല്ലറ്റ് ശരീരത്തിൽ തറച്ചതുകൊണ്ട്. അങ്ങനെയെങ്കിൽ സർക്കാർ അറിയാതെ മറ്റാരെങ്കിലും നിർദ്ദേശം നൽകിയോ? ആരാണ് നിർദ്ദേശം നൽകിയത്? സർക്കാരിന് ഈ വിഷയത്തിൽ എന്താണ് മറുപടി പറയാനുള്ളത്? ഇത്തരം ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി നൽകണം എന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യത്തോടാണ് ഭരണപക്ഷം മുഖം തിരിച്ചത്. അതുകൊണ്ട് തന്നെ സഭയിലെ നീക്കങ്ങൾ ആ തരത്തിൽ കേന്ദ്ര സർക്കാരിന് പ്രതിരോധിക്കാൻ സാധിച്ചു. ഇനി സഭയ്ക്ക് പുറത്ത് എന്ത് പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യം കോപ്പ് കൂട്ടുക എന്നതാണ്. പക്ഷേ ഇവിടെ സജിത്ത്, നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച നടന്നതിന് ശേഷം അയോധ്യ വിഷയത്തിന്റെ സമയത്തൊക്കെ തന്നെ ശക്തമായൊരു പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത. അവിടെയാണ് CJP എന്ന പൊളിറ്റിക്കൽ പാർട്ടി വളരെ പെട്ടെന്ന് രൂപം കൊള്ളുകയും അതൊരു വലിയ പ്രതിഷേധമായി മാറുകയും ആ പ്രതിഷേധത്തിൻ്റെ ഫലമായി മന്ത്രിക്ക് രാജിവെക്കേണ്ടതായി വന്നു. മന്ത്രി രാജിവെച്ചില്ല എങ്കിൽ രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് യുവാക്കൾ തെരുവിലിറങ്ങിയേക്കാമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി തന്നെ വീഡിയോ ദൃശ്യങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്, യുവാക്കളെ അഭിസംബോധന ചെയ്തത്. അത്രമേൽ കരുത്തുറ്റ ഒരു പ്രതിഷേധം ഇനി പ്രതിപക്ഷത്തിന് സാധ്യമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അവിടെയാണ് ഈ കേന്ദ്ര സർക്കാർ ഈ തരത്തിലുള്ള ഒരു തന്ത്രം മെനഞ്ഞത്. ഇന്നത്തെ കൊണ്ട് സമ്മേളനം കഴിഞ്ഞ് MP-മാർ എല്ലാവരും അതാത് സംസ്ഥാനങ്ങളിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ഇന്ത്യ സഖ്യത്തിന് ഒരു ഐക്യത്തോടു കൂടിയുള്ള പ്രതിഷേധത്തെ രാജ്യ തലസ്ഥാനത്ത് പോലും നയിക്കാൻ പറ്റുമോ എന്നത് സംശയമാണ്. അങ്ങനെയെങ്കിൽ ഈ സമ്മേളന കാലയളവോടുകൂടി ഈ വിഷയത്തെ അവസാനിപ്പിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഡിസംബറിൽ ആണ് ശൈത്യകാല സമ്മേളനം നടക്കേണ്ടത്. അപ്പോഴേക്കും വിഷയങ്ങൾ മാറി മറിയും എന്നത് നമുക്കറിയാം. അങ്ങനെ ഈ വിഷയത്തിൻ്റെ മുനയൊടിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ ഈ വിഷയത്തെ എത്രത്തോളം പിടിച്ചു നിർത്താനും സജീവ ചർച്ചയാക്കി നിർത്താനും പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നത് കണ്ടറിയണം. കാരണം പ്രതിപക്ഷത്ത് അതിനേക്കാൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് മുന്നണികളുടെ അസ്വാരസ്യങ്ങൾ തന്നെയാണ്. DMK ഞാനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനിടെ കാലങ്ങളായി പിണങ്ങിക്കഴിയുന്ന ശിരോമണി അകാലിദൾ അവർ വീണ്ടും NDAയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു എന്ന ചർച്ചകൾ ഇവിടെ സജീവമാണ്. മാത്രവുമല്ല, ശരത് പവാർ വിഭാഗം, അതായത് NCPയിലെ പ്രബല വിഭാഗമായ ശരത് പവാർ വിഭാഗം ഒരുപക്ഷെ NDAയുമായി സഖ്യത്തിൻ്റെ തയ്യാറെടുക്കുന്നു. അതെല്ലാം അവർ നിഷേധിക്കുകയാണ് എങ്കിൽ പോലും ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വരും ദിവസങ്ങളിൽ BJP നേതൃത്വം തീർച്ചയായും മുന്നോട്ട് പോകും. അവിടെ അത്തരം പ്രതിരോധങ്ങൾ തീർക്കുക എന്നതിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക്, ഇന്ത്യ മുന്നണിക്ക് പോകേണ്ടതായി വരും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിരീക്ഷിക്കേണ്ടത്, പൊതുവിൽ ഇനി ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് അടങ്ങും എന്ന ഒരു പ്രതീക്ഷയാണ് BJPയും കേന്ദ്ര സർക്കാരും പുലർത്തുന്നത് എന്നതാണ് സജിത്ത്. പാർലമെന്റിലെ പ്രതിഷേധം മറികടക്കാൻ പെട്ടെന്ന് നടപടിക്രമങ്ങൾ ചുരുക്കി ഇന്ന് പെട്ടെന്ന് പിരിയുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ നേരിടാൻ സഭയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള നയതന്ത്രമാണ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പയറ്റിയത് എന്നതുകൂടിയാണ് കണ്ടത്. എന്തായാലും മാറി മറിയുന്ന വിഷയങ്ങൾ, സർക്കാരിൻ്റെ കൂടി തന്ത്രങ്ങൾ പിഴയ്ക്കുന്ന കാഴ്ചകളുണ്ടാകുന്നു. അതേസമയം പ്രതിപക്ഷത്തിന് മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു ഊർജ്ജം കൈവരുന്നത് CJP സമരത്തിലൂടെ കൈവരുന്ന ഒരു ഊർജ്ജമാണെന്ന സാഹചര്യമാണ്. ഇന്ത്യ മുന്നണിയുടെ പുതിയ നീക്കങ്ങളൊക്കെ കണ്ട ഒരു വലിയ സഭാ സമ്മേളന കാലയളവാണ് അവസാനിക്കുന്നത്. ഇനി അതിൻ്റെ തുടർച്ച എങ്ങനെ ഉണ്ടാകും എന്നതുകൂടിയാണ് അറിയേണ്ടത്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള വലിയ ആക്ഷേപങ്ങൾ, അത് പ്രതിപക്ഷം എന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറമുള്ള യുവജന ഐക്യം കൂടിയായി മാറുകയാണ്, ബദൽ നീക്കങ്ങളായി മാറുകയാണ് എന്ന സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.